അള്ളാഹു നമ്മുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ എല്ലാവരുടെ രോഗങ്ങൾക്കും അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല തീർത്തു തരുമാറാവട്ടെ. അള്ളാഹു താല ഈമാനോടുകൂടെ ഹിദായത്തിലായി പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ ഈമാനോടുകൂടെ മരിക്കുവാനും ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. ക്ലാസ് റൂം വഴിയും മറ്റുമൊക്കെ ധാരാളം ആളുകൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അള്ളാഹു താല നമ്മുടെ എല്ലാ സഹോദര സഹോദരിമാർക്കും അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്തും റഹ്മത്തും വിശുദ്ധ ഖുർആനിനെ പരിഗണിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് പ്രത്യേകം നൽകുമാറാവട്ടെ. ആമീൻ. നമ്മൾ വിശദീകരിച്ചു വരുന്നത് സൂറത്തു തലാഖ്. തലാഖ് സൂറത്തിലെ ആദ്യത്തെ 2 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് 3 മുതൽ 5 കൂടിയ ആയത്തുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിവച്ച 2ാമത്തെ ആയത്തിന്റെ ലാസ്റ്റ് ഭാഗം വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അതിനോട് അനുബന്ധിച്ച് വരുന്ന വിഷയമാണ് 3ാമത് ആയത്ത് മുതൽ വരുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്കത് വിശദീകരിക്കാം. സൂറത്തു തലാഖിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾക്ക് വിശുദ്ധിയുണ്ടെങ്കിൽ, തഖ്വയുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു തആല അവനിക്ക് രക്ഷ നൽകുമെന്ന വലിയ ഒരു സന്ദേശം. അത് ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ അല്ലാഹു തആല രക്ഷ നൽകാൻ അവൻ വെക്കുന്ന ഡിമാൻഡ് ഒന്ന് മാത്രമാണ്, തഖ്വ വേണം. ഇന്ന് നമ്മൾ ഓതി വെച്ച 3 ആയത്തിലും ആ വിഷയം വരുന്നുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതി വയുളിം ലഹു അജ്റാ. ഇവിടെ അല്ലാഹു തആല 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറയാം, ഒരാൾക്ക് തഖ്വയുണ്ടെങ്കിൽ അവനിക്ക് അല്ലാഹു രക്ഷാമാർഗം നൽകും. ഒരാൾക്ക് തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. തഖ്വയുണ്ടെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, അവനിക്ക് വമ്പിച്ച പ്രതിഫലം നൽകും. അതിനിടയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ആഹാരം നൽകും. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു പഠിപ്പിക്കണം. ആദ്യം അല്ലാഹു പറയുന്നത് എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ഒരാൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവനിക്ക് അല്ലാഹു തആല രക്ഷാമാർഗം നൽകുന്നതാണ്. ഈ മഖ്റജ് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരാൾക്ക് തഖ്വയുണ്ടെങ്കിൽ, കാരണം അതാണല്ലോ വിജയത്തിന്റെ മാനദണ്ഡം. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു അതിനെപ്പറ്റി പറയുന്നുണ്ട്. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയത്തിന് അല്ലാഹു തആല മാനദണ്ഡമാക്കിയത് വലിയ തറവാടോ, വലിയ സൗന്ദര്യമോ, വലിയ ധനമുള്ള ആളാവലോ ഇതൊന്നുമല്ല. ഏതൊരാൾക്കും അല്ലാഹുവിങ്കൽ സ്ഥാനമുണ്ടാകണമെങ്കിൽ കറുത്തവനോ വെളുത്തവനോ ഇതൊന്നും വ്യത്യാസമില്ല. തഖ്വ ആർക്കാണോ അവർക്കാണ്. ഇത് ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ ഈ സത്യം. മറ്റുള്ള പലരുടെ ഇടയിൽ ജാതീയത കൊടികുത്തി വാഴുക. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അല്ലാഹുവിന്റെ ഭവനം പള്ളിയാണ്. ഒരു പള്ളിയിലും സഹോദര ഇന്ന ആൾക്കേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് ഇന്ന ഭാഗം, അങ്ങനെ ഒരു നിയമമല്ലല്ലോ. വെള്ളിയാഴ്ചയാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ദിവസം, ആഴ്ചയിലെ ഒരു ദിവസം.
ആ വെള്ളിയാഴ്ച ആരാണോ ആദ്യം വരുന്നത് അവർക്ക് പള്ളിയുടെ ആദ്യം മുൻഭാഗത്തിരിക്കൽ ഒന്നാം സഫ്, അത് കഴിഞ്ഞാൽ രണ്ടാം സഫ്. ഈ മഹത്വം കിട്ടാൻ ആരാണോ മത്സരിച്ച് ആദ്യം എത്തുന്നത് അവർക്ക് കയറിയിരിക്കാം. അത് തറവാട്ടുകാരനാണെന്നോ അല്ലെങ്കിൽ പള്ളി പരിപാലനത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണെന്നോ ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ആരാണെങ്കിലും ആർക്കും കയറാം, ഒരു വ്യത്യാസമില്ല. ഇനി വെള്ളിയാഴ്ച മാത്രമല്ല, ജമാഅത്ത് നിസ്കാരാണെങ്കിൽ പോലും അടുത്തടുത്ത് നിൽക്കണം, സ്വഫ് റെഡിയാക്കണം, വളയരുത്. അതിനാണ് നമ്മളെ കാർപ്പറ്റിലൊക്കെ ലൈന്. ഒരിക്കലും വളയാൻ പാടില്ല. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഐക്യം ബോധ്യപ്പെടും. എല്ലാവരും മടമ്പൊപ്പിച്ചു, ഉയരം പാകാക്കാൻ കഴിയില്ല, എന്നാൽ ഒക്കെ നേരെ നിൽക്കാം, ഇടയിൽ ഗ്യാപ്പില്ലാതെ. എന്തൊരൈക്യം! അത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ അരികെ ആ രാജ്യത്തെ പാവപ്പെട്ട കർഷകൻ കുപ്പായം പോലും ശരിക്ക് ധരിക്കാൻ വകയില്ലാത്ത ആളാണെങ്കിലും അവർ തമ്മിൽ ആ വിഷയത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ബാങ്ക് വിളിക്കുക. ഈ ബാങ്ക് സ്വപ്നത്തിലൂടെയാണ് ആദ്യമായിട്ട് നിസ്കാരത്തിന് വിളിക്കാൻ ഏറ്റവും നല്ല രീതി ഏതാണ് എന്ന് അള്ളാഹുവിന്റെ തിരുദൂതരും സ്വഹാബത്തും ചർച്ച ചെയ്ത് തീരുമാനമാകാതെ പിരിഞ്ഞ് അന്ന് രാത്രി അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹുവിന് കിനാവ് കണ്ടു. നിസ്കാരത്തിന് വിളിക്കാൻ എന്താണ് വഴി? ഒരാളെ കിനാവ് കാണാൻ അയാള് മണിയടിക്ക എന്ന് പറയും. അതുമായിട്ട് വരുമ്പോ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് വിൽക്കുന്നോ? ഇത് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ഒരാവശ്യമുണ്ട്, നിസ്കാരത്തിന്റെ സമയമായാൽ ജനങ്ങളെ അറിയിക്കാനുള്ളൊരു വഴിയാണ്. അവ സ്വപ്നത്തിലൂടെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇതിനേക്കാൾ നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാം, നിസ്കാരത്തിന് വിളിക്കാൻ. നിസ്കാരത്തിന്റെ സമയമായാൽ പ്രഖ്യാപിക്കണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബാങ്കിന്റെ ആ വചനങ്ങള് സാവകാശം ചൊല്ലിക്കൊടുത്ത് ഇദ്ദേഹം പിന്മാറി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വന്നിട്ട് സ്വപ്നത്തിലൂടെ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇനി നിസ്കാരത്തിന് സമയമായി എന്നറിയിച്ചു, ഇനി നിസ്കാരം തുടങ്ങുമ്പോൾ ഇഖാമത്ത് എന്ന പേരിൽ ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ് അല്പം സ്പീഡിൽ കൊടുത്തു കാണിച്ചു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാത്തി ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാത്ത് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം തിരിച്ചുപോയി. ഞെട്ടി ഉണർന്ന അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു നബിയുടെ അരികെ ചെന്ന് ഈ വിവരം പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. റസൂൽ എന്താ ചെയ്ത? അവിടെ നമ്മളെ പോയിന്റ് അതാണ്. റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ്. നിസ്കാരത്തിന് ആളുകളെ വിളിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗം നിങ്ങൾ ഈ കണ്ടത് തന്നെയാണ്, ബാങ്ക് വിളിക്കുക. റസൂൽ എന്താ ചെയ്തറിയോ? തീരെ സൗന്ദര്യമില്ലാത്ത കറുകറുത്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ കേട്ട ഇന്നലെ സ്വപ്നത്തിലൂടെ കണ്ട ആ വചനങ്ങൾ ബിലാലിന് പറഞ്ഞു. ബിലാൽ ഉറക്കെ വിളിക്കട്ടത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സൗന്ദര്യമില്ല, പക്ഷെ വല്ലാത്തൊരു ശബ്ദത്തിന്റെ ഉടമയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു തലേ ദിവസം സ്വപ്നത്തിലൂടെ ദർശിച്ച ബാങ്കിന്റെ വചനങ്ങൾ തുടങ്ങാണ്. ബാങ്ക് തുടങ്ങാൻ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അത്യുച്ചത്തിൽ അത് ചൊല്ലി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അത് അദ്ദേഹത്തിന്റെ ആ ശൈലിയിൽ അദ്ദേഹം അത്യുച്ചത്തിൽ ചൊല്ലി. ഈ സന്ദർഭത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓടി വരുന്നുണ്ട്. വസ്ത്രം പോലും ശരിക്കെടുത്തിട്ടില്ല, വാരി പിടിച്ചൊരു വരവുണ്ടല്ലോ. ഓടി വന്നിട്ട് അദ്ദേഹം നബിയോട് പറഞ്ഞു, നബിയെ, ബിലാൽ ഇപ്പൊ വിളിച്ചു പറഞ്ഞത് ഇന്നലെ രാത്രി ഞാനും സ്വപ്നത്തിൽ കണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. റസൂൽ പറഞ്ഞു, വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാണ് സർവ്വസ്തോത്രങ്ങളും. എന്തുകൊണ്ട്? അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ ദർശിച്ചത് അത് തന്നെയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടത്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കെ ബാങ്ക് വിളിച്ചപ്പോഴാണ് ഇതാള്ള ഞാൻ ഇന്നലെ കിനാവ് കണ്ടത് എന്ന് കരുതിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നത്.
അപ്പോഴേക്കൊണ്ട് മറ്റൊരു സ്വഹാബി വരുന്നു. അതിന്റെ പിന്നാലെ മറ്റൊരു സ്വഹാബി, നബിയെ ഞാനും ഇന്നലെ സ്വപ്നത്തിലൂടെ ദർശിച്ചതാണ് ഇപ്പൊ ബിലാൽ വിളിച്ചു പറഞ്ഞത്. 8-10 സ്വഹാബിമാർ ഓടി വന്നു എന്നാണ്. ബാങ്ക് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു. വലിയ ദേഷ്യമുള്ള ആളുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്, ശരിയാവും. ദുസ്വഭാവമുള്ള ആളുടെയും ദുസ്വഭാവമുള്ള മൃഗത്തിന്റെയും കാതിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. തീപിടുത്തമുണ്ടായാൽ ബാങ്ക് കൊടുക്കൽ സുന്നത്ത്, അപകടം അറിയിക്കാം. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിൽ ഒരു ചെറിയ കുട്ടിയുടെ കാതിൽ ബാങ്ക് കൊടുക്കുന്നത് പോലെ പ്രസവിച്ച ഉടനെ. പറഞ്ഞു വരുന്നത് സഹോദര, ആ പ്രധാനപ്പെട്ട ധർമ്മം നിർവഹിക്കാൻ പുണ്യനബി നിയോഗിച്ചത് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മക്കാ വിജയത്തിന്റെ ശേഷം പരിശുദ്ധ കഅബാലയത്തിന്റെ അരികെ അതിന്റെ ഉച്ചിയിൽ കയറിയിട്ട് ബാങ്ക് കൊടുക്കാൻ തിരുദൂതർ നിർദ്ദേശിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹു. വെളുവെളുത്ത അറബികൾ ഇങ്ങനെ നോക്കി, ഇയാളാണോ ബാങ്ക് കൊടുക്കുന്നത്? ഇയാൾക്കർത്ഥൻ മനുഷ്യൻ, അറിയാത്ത ആളുകൾ. ഈ സമയത്ത് റസൂൽ ഓതി കൊടുത്തരായത്തിൻ്റെതാണ് നമ്മുടെ വിഷയം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളൊക്കെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും, നിങ്ങൾ വ്യത്യസ്തമായ കബീലകള്, ഗോത്രങ്ങള്, തറവാടുകള്. അതെന്തിനാ? അറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ അത്യുന്നതർ അല്ലാഹുവിങ്കൽ സ്ഥാനമുള്ളവർ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാകുന്നു. തഖ്വക്കാണ് അല്ലാഹുവിങ്കൽ സ്ഥാനം. അല്ലാഹ് നോക്കുന്നത് അതിലേക്കാണ്. അതുകൊണ്ടാണല്ലോ ഒരൊറ്റ കുപ്പായം മാത്രം ധരിക്കാൻ വഴി ആകെ വകയുണ്ടായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പുച്ഛിച്ച തള്ളിയാള് അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാന്ന് പറഞ്ഞപ്പോൾ പോയി പണി നോക്കാനാ പറഞ്ഞു. അൽ കഹ്ഫ് സൂറത്തിലൂടെ അല്ലാഹു തആല നബിയോട് പറഞ്ഞെന്താ? ആ പച്ച പാവങ്ങളോട് കൂടെ ഉറച്ചു നിന്നോളൂ നബിയെ. അവർ പ്രഭാതത്തിനും പ്രദോഷത്തിനും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നവരും അല്ലാഹുവിനെ സ്തുതിക്കുന്നവരും അവരെ ഇബാദത്ത് ചെയ്യുന്നവരും. അവർക്ക് തഖ്വയുണ്ട്. അപ്പൊ അതിനെ മാത്രമാണ് മാനദണ്ഡമാക്കേണ്ടത്. ഇസ്ലാമിൽ മാത്രമേ ഇതുള്ളൂ. വിശുദ്ധിക്ക് മാത്രമാണ് സ്ഥാനം. ആരാണ്? അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല രക്ഷാമാർഗം നൽകും. ഇസ്ലാമിന്റെ ഈ കാഴ്ചപ്പാട് ലോകം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ പോലും സഹോദര ഇന്നും കറുത്തവർക്ക് സ്ഥാനമില്ല. എത്ര പേർ ഇസ്ലാമിലേക്ക് വരുന്നു? കറുത്ത വർഗക്കാർക്ക് സ്ഥാനമില്ലാത്തൊരവസ്ഥ. അക്ഷരാർത്ഥത്തിൽ ഒബാമക്ക് പോലും ഒരു ഭയം. എന്ത്? ട്രംപ് കളിക്കോ? കാരണം ഇയാള് ആ വകുപ്പിൽപ്പെട്ടതാണ്. ചിന്തിക്കണം സഹോദര. വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ വലിയ അതിർവരമ്പുകൾ, മനുഷ്യർ കൊലവിളി നടത്തുന്ന ഒരു ലോകമാണിത്. എങ്കിൽ ഇസ്ലാമിൽ നോക്കൂ നിങ്ങൾ, എല്ലാം സമം. ലോക മുസ്ലിം സമ്മേളനത്തിൽ, വേൾഡ് സമ്മേളനത്തിൽ അത് കാണാൻ കഴിയും. എപ്പോ? പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലും മറ്റും കാണാൻ കഴിയും. കറുകറുത്ത ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് വരുന്ന നൈജീരിയക്കാരെ പോലെയുള്ള അവരെ കണ്ടല്ലോ, കറുത്ത മനുഷ്യന്മാർ. എന്നാൽ മിസ്രിൽ നിന്ന് വരുന്ന ഓവർ വെളുപ്പുള്ള ആളുകളും സഹോദര കറുത്തവനും വെളുത്തവനും, ആതിഥേയരായ സൗദി അറേബ്യയിലെ വെളുത്തവരും എല്ലാവരും ഒരുപോലെ. ഹജറുൽ അസ്വദ് മുത്താൻ കറുത്തവർക്കൊരു സമയം, വെളുത്തവർക്കൊരു സമയമല്ല. എല്ലാവരും ഒരുപോലെ. ഒടുക്കാം, ഓരോരുത്തരുടെ സൗകര്യം പോലെ. ഏത് സമയത്തും അങ്ങോട്ട് പോകാം, ഹറമിൽ ഏത് ഭാഗത്ത് നിൽക്കാം. അറഫ മൈതാനിൽ എല്ലാവരും ഒരുപോലെ, മിനയിൽ എല്ലാവരും ഒരുപോലെ, സഫയിലും മർവയിലും എല്ലാവരും ഒരുപോലെ, പരിശുദ്ധ റൗള ശരീഫിന്റെ അരികെ നബിക്ക് സലാം പറയാൻ എല്ലാവരും ഒരുപോലെ. മാ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട സ്വർഗ്ഗത്തോപ്പിൽ എല്ലാവർക്കും ഒരുപോലെ. വെറുതെ ഒരു ഭാഗം പറയലല്ലോ ഇത്, നമുക്ക് മാത്രമാണ്. അപ്പോ വിശുദ്ധിക്കാണ് സ്ഥാനം. അല്ലാഹു പറയുന്നത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ഒരാൾക്ക് തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു അവനിക്ക് രക്ഷാമാർഗം നൽകുന്നതാണ്. തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു തആല രക്ഷാമാർഗം നൽകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഈ രക്ഷാമാർഗം മഖ്റജ് എന്ന് പറഞ്ഞവരുള്ള ഉദ്ദേശം എന്താ? ഒന്ന്, ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ ടെൻഷൻ അവനുണ്ടോ അല്ലാഹു തആല അതൊക്കെ നീക്കം ചെയ്യുന്നതാണ്. എല്ലാ നിലക്കും രക്ഷ. എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴാണല്ലോ ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവുക.
ഇപ്പൊ ഈ സമയത്ത് പൊതുവെ എല്ലാവർക്കും വലിയ ടെൻഷനാണ്. വലിയ ദുഃഖമുള്ള ആളുടെ കാതിൽ ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അധികം ആൾക്കാരെ കാതിലും ഈ 500,000 മാറ്റാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പൊ ബാങ്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലുള്ളത് എന്ന് പറഞ്ഞു. സംഭവം ശരിയാണ്. സഹോദരൻ, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു സൽക്കാരം നടത്തുമ്പോൾ ഒരു 4 ഐറ്റംസ് ഇല്ലെങ്കിൽ നമുക്കൊരു കുറവാണല്ലോ. അങ്ങനെ നമ്മൾ ദുരഭിമാനം നടിക്കുന്ന ഒരവസ്ഥക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും ഈ പോക്ക്. അധിക വീടുകളിലെയും സ്ത്രീകൾ നേരം വെളുത്ത് ഇറങ്ങാണ് ഷോപ്പിങ്ങിന്. ഇപ്പൊ ഇറങ്ങുന്നത് വരി നിൽക്കാൻ, ഇനി എന്താ കാട്ടണം? ഒന്നും കാട്ടണ്ട. ചെറിയൊരു പിടുത്തം അല്ലാഹു പിടിച്ചതാണ്. അതിനോരോ ഹേതുണ്ടാവുന്നു മാത്രം. എത്ര ഭക്ഷണമാണ് നമ്മുടെ ആളുകൾ വേസ്റ്റാക്കുന്നത്? എത്ര വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടെങ്കിലും ഫാസ്റ്റ് ഫുഡും തന്നെ കഴിക്കണം. കച്ചവടം മുടക്കല്ല, അതൊക്കെ ആവാം. പക്ഷെ വേസ്റ്റ് ആക്കുന്നുണ്ട് അനാവശ്യമായി. 3000 രൂപക്ക് നമ്മുടെ കുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ, ഒരു പെരുന്നാക്കെട്ട്, പിന്നൊരു കല്യാണത്തിനിട്ടാൽ അതിന്റെ മോഡൽ പോയി. അതങ്ങനെ തന്നെ മടക്കി വെക്കുക, ഒരാൾക്കൊണ്ട് കൊടുക്കൂല. ഇനി നാട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ, ആ പേരിൽ കുടുംബസമേതം വീണ്ടും എടുക്കാം. വാപ്പ ഗൾഫിലാണ്, അല്ലെങ്കിൽ ആങ്ങള ഗൾഫിലാണ്, ഭർത്താവ് ഗൾഫിലാണെന്നാണ് പറയാം. ചെറിയ ആശ്വാസം ഉണ്ടാവും. ഭക്ഷണം വേസ്റ്റാക്കുന്നത് പോലെ തന്നെ വസ്ത്രം വേസ്റ്റാക്കുന്ന ഒരവസ്ഥയുള്ളതൊക്കെ നമ്മൾ കണക്ക് പറയണം അല്ലാഹുവിന്റെ മുന്നിൽ. എന്നാൽ അതേസമയത്ത് പ്രയാസപ്പെടുന്ന ആളുകൾ ഒരുപാട് ആളുകൾ വളരെയധികം പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു രക്ഷ നൽകും. നമുക്കെന്ത് വേണം? തഖ്വ വേണം. ഒരു പ്രശ്നമില്ല, ഒരു ബേജാറും വേണ്ട. തഖ്വ ഉണ്ടായാൽ മതി. സക്കാത്ത് കൊടുക്കാതെ വെച്ച പണത്തിന് ബർക്കത്ത് ഉണ്ടാവില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വളർച്ചയാണ്. സമ്പത്തിൽ അല്ലാഹു തആല വർധനവ് നൽകണമെങ്കിൽ അതിന്റെ നിർബന്ധമായ ഹക്ക് എന്തെങ്കിലും കൊടുക്കണം. 1,00,000-ന് 2,500 കൊടുത്തേ മതിയാകും. അത് കൊടുക്കാതെ വലിയ നോട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെടുത്തുനിന്ന് പോവാൻ, നഷ്ടപ്പെടാൻ ഓരോ കാരണങ്ങളുണ്ടാവും. സഹോദരൻ, നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയറാക്കിയാൽ മതി. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. നമ്മൾ വിശ്വാസികളാണ്, വെറുതെ ആളാകാനുള്ളൊരു വിശ്വാസികളല്ല. യഥാർത്ഥ മോമിനീകളാണോ? പേടിക്കണ്ട, ഒരു ഘട്ടത്തിലും പേടിക്കണ്ട. നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്താണ്. സഹോദര, ഈ മഖ്റജ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒന്ന്, ദുനിയാവിലും ആഖിറത്തിലുള്ള വിഷമങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകും. അതുപോലെ മറ്റൊന്ന്, മരണവേളയിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകും.
ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടതാഗ്രഹപ്പിഴകൾ തട്ടിനീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടതാഗ്രഹപ്പിഴകൾ തട്ടിനീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ വസ്തുത ശരിക്കറിയും വല്ലവാനോടി കേഴും ദുസ്ഥിതിയാലെ പൊറിയും ദുഃഖം തീർക്കുവാൻ കഴിയും ഖാദിറായേ ജല്ല ബില്ലാഹിൽ അലിയിൽ അളീം. അതങ്ങനെ ചൊല്ലിക്കോളൂ, കുട്ടി വരുന്നു. അല്ലാത്തൊരു വാക്കാണ്, പഠിച്ചോളൂ ഈ പോയിന്റ്. സൂറത്ത് തലാഖിലെ 3-ാമത് ആയത്തിന്റെയും 4-ാമത് ആയത്തിന്റെയും വ്യാഖ്യാനത്തിൽ ഈ സംഭവം കാണും. അദ്ദേഹത്തിന് സന്തോഷമായി, കാരണം റസൂലാണ് ഖണ്ഡിതമായി പറഞ്ഞു കുട്ടി വരും, ഇത് ചൊല്ലിക്കോളും. അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കമിഴ്ന്ന് കിടന്ന് കരയുന്ന തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു അത്രേ, എഴുന്നേൽക്ക്, അള്ളാന്റെ തിരുദൂതർ പറഞ്ഞിട്ടുണ്ട് കുട്ടി വരുമെന്ന്. പക്ഷെ നമ്മൾ രണ്ടുപേരും ഇത് ചൊല്ലണം. ഏത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സ്വർഗത്തിലെ നിധിയാണത്രേ ഇത്. ഏത്? ഈ ദിക്ർ. അത് ചെല്ലാൻ പറഞ്ഞു. ഈ കൺഫ്യൂഷൻ ആണ്ട നമ്മളൊക്കെ ഇങ്ങനെ തന്നെ ചെല്ലാൻ. ഹയ്യ അലസ്സലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കാറുണ്ടല്ലോ, അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ പെണ്ണ് സടകുടഞ്ഞെഴുന്നേറ്റു. എന്തുകൊണ്ട്? റസൂല് പറഞ്ഞതല്ലേ. രണ്ടുപേരും കൂടി ചെല്ലാൻ തുടങ്ങി. രണ്ടുപേരും അങ്ങനെ ദീർഘമായി ചെല്ലാൻ തുടങ്ങി. കുറെ അങ്ങനെ ചെല്ലിയപ്പോ ആരോ വാതിലിൽ മുട്ടുന്നുണ്ട്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വേഗം എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. സുബ്ഹാനല്ലാഹ്, വാതിൽ തുറന്നപ്പോ തന്റെ പ്രിയപ്പെട്ട മകനതാ, ശത്രുക്കൾ കൊണ്ടുപോയ തന്റെ മകനതാ വീട്ടിന്റെ വാതിലിന്റെ തൊട്ടരികെ നിൽക്കുന്നു. സന്തോഷാധിക്യത്താൽ ഇദ്ദേഹം തന്റെ കുട്ടിയെ അണഞ്ഞുകൂട്ടി പിടിച്ചു, കെട്ടിപ്പിടിച്ചു. നഷ്ടപ്പെട്ട കുട്ടി തിരിച്ചു വന്നു. റസൂല് പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും വല്ലാതെ കരഞ്ഞുപോയി. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഭാര്യയും കരഞ്ഞുപോയി. സന്തോഷാധിക്യത്താൽ തന്റെ കുട്ടി ഇതാ തിരിച്ചു വന്നു. റസൂല് ചൊല്ലാൻ പറഞ്ഞ ചൊല്ലി, കുട്ടി വന്നു. പുറത്തേക്ക് നോക്കുമ്പോ ഒരുപാട് ഒട്ടകങ്ങൾ, ഏകദേശം 100ഓളം ഒട്ടകങ്ങൾ. 100 ഒട്ടകങ്ങൾ തന്നെ പരന്ന് കിടക്കും. കുട്ടിയോട് ചോദിച്ചു, മോനെ ഇതെന്താ, എന്താ നിന്റെ അവസ്ഥ, ഏതാണ് ഈ ഒട്ടകങ്ങൾ? ആ സമയത്ത് കുട്ടി പറഞ്ഞെന്താ അറിയോ? എന്റെ പിതാവേ, കുട്ടി പിതാവിനോട് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ശത്രുക്കൾ എന്നെ കൊണ്ടുപോയി ഒരു കേന്ദ്രത്തിൽ അടച്ചു. എന്റെ കാര്യത്തിൽ അവർക്ക് ചെറിയൊരു അശ്രദ്ധ വന്നു, എന്തെനിക്കറിയില്ല. ആ ഉടനെ ഞാൻ അവിടുന്ന് പോന്നതാണ്. നോക്കൂ, ഇവിടെ വാപ്പയും ഉമ്മയും നല്ല തഖ്വയുള്ള ഇവരെന്ത് ചെയ്തു? ഇവര് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നങ്ങനെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ സാഹചര്യങ്ങൾ അല്ലാഹു അനുകൂലമാക്കുകയാണ്. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശത്രുക്കൾ, കുട്ടിയുടെ കാര്യത്തിൽ അവർക്കൊരു അശ്രദ്ധ വന്നു. അത് ഈ കുട്ടി മുതലാക്കി. കുട്ടിക്ക് അങ്ങനെ തോന്നിപ്പിച്ചു. കുട്ടി എഴുന്നേറ്റ് പോന്നു. എഴുന്നേറ്റ് പോരുമ്പോ കുട്ടി അവിടെ നിന്ന് വീട്ടിലേക്ക് പോരുമ്പോ ശത്രുക്കൾക്ക് ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, 100 കണക്കിന് ഒട്ടകങ്ങൾ. ആ ഒട്ടകങ്ങൾ ഈ കുട്ടിന്റെ പിന്നാലെ പോന്നത്. ആ ഒട്ടകങ്ങളാണ് ഇപ്പൊ വീട്ടിന്റെ മുന്നിൽ. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആശ്ചര്യത്തോടെ കൂടെ ഉടനെ തന്നെ അള്ളാന്റെ തിരുദൂതരുടെ അരികിലേക്ക് ചെന്നു. കാരണം വലിയ സന്തോഷമാണ്. പക്ഷെ ഒരു മസല പ്രശ്നം, ഈ ഒട്ടകം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നേരെ നബിയുടെ അരികിലേക്ക് ചെന്നിട്ട് നബിയോട് പറഞ്ഞു, അള്ളാന്റെ തിരുദൂതരെ, നിങ്ങൾ ചൊല്ലാൻ പറഞ്ഞതുപോലെ ചൊല്ലി. എന്റെ മകൻ തിരിച്ചു വന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലി. എന്റെ മകൻ തിരിച്ചു വന്നു. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് നബിയെ, ശത്രുക്കൾക്കൊരു അശ്രദ്ധ വന്നപ്പോ എന്റെ മകൻ പോന്നതാണ്, രക്ഷപ്പെട്ടു. പക്ഷേ ആ ശത്രുക്കളുടെ 100ഓളം ഒട്ടകങ്ങൾ എന്റെ കുട്ടിയുടെ കൂടെ പോന്നിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. റസൂൽ അല്പം ആലോചിച്ചു. ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആർക്കെങ്കിലും വിശുദ്ധിയുണ്ടോ തഖ്വയുണ്ടോ അല്ലാഹു അവർക്ക് രക്ഷാമാർഗം നൽകുന്നതാണ്. അവർ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവർക്ക് അല്ലാഹു ആഹാരം നൽകുന്നതാണ്. എന്നിട്ട് ഈ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല തഖ്വയുണ്ടായത് കൊണ്ടാണ് കുട്ടിക്ക് രക്ഷ നൽകിയത്. അവിടെ മഖ്റജ് എന്താ? ശത്രുക്കളുടെ കൈകളിൽ നിന്ന് ഈ കുട്ടി രക്ഷപ്പെട്ടു എന്നാണ്. ആ 100 ഒട്ടകങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു, അല്ലാഹു അത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അത് ആ സംഭവത്തിൽ മാത്രം കേട്ടോ. ഇപ്പൊ നമ്മളൊരു കുട്ടിയെ കാണാനില്ലാതായി, കുട്ടി തിരിച്ചു വന്നു. എവിടായിരുന്നു മോനെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ നല്ലോണം ചൊല്ലി ഓ വന്നു. എവിടായിരുന്നു വെച്ചു? ഞാന് എന്നിട്ടോ സത്യം പറയുന്നില്ല. സത്യം പറയട മോനെ, എവിടായിരുന്നു? ഞാൻ കക്കാൻ പോയതായിരുന്നു. ജ്വല്ലറി കുത്തിപ്പൊളിച്ച് വരികയാണ്, കുറെ സ്വർണ്ണുണ്ട് കയ്യിൽ. അത് നമ്മൾ പറയാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലിയതുകൊണ്ടാണ്. പണ്ട് ഒട്ടകം അനുവദനീയമായതുപോലെ ഈ സ്വർണ്ണ നമുക്ക് അനുവദനീയാണ്. ആരോടും പറയണ്ട. ഓന്നെ കരുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? അത് പറ്റൂല കേട്ടോ. അതല്ല അതിന്റെ അർത്ഥം. ഇവിടെ നോക്കൂ സഹോദര, ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ വിശുദ്ധി കാരണമാണ്. നല്ല തഖ്വയുള്ള ആളാണ്. ആ തഖ്വയുള്ള മനുഷ്യൻ തന്റെ നാവ് കൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലിയപ്പോ അതിന്റെ ഫലം കൃത്യമായിട്ട് കാണും. അള്ളാഹു പെട്ടെന്ന് കാണിച്ചു കൊടുത്തു. അവിടെ മഖ്റജ് നൽകി, രക്ഷാമാർഗം നൽകി. എന്ന് മാത്രമല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ 100 ഒട്ടകങ്ങളെ കൊടുത്തു. അത് നിങ്ങളെടുത്തോളൂ, അത് നിങ്ങൾക്ക് അനുവദനീയമാക്കി എന്ന് പറഞ്ഞു. ആ ഒരു പ്രത്യേക സംഭവം. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്ക് ആരെങ്കിലൊക്കെ നഷ്ടപ്പെട്ടാല്, സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ ഇത് നല്ലോണം ചെല്ലണം. പണ്ടം നഷ്ടപ്പെട്ടു എന്ന് കൂട്ടിക്കോ, 5 പവന്റെ മാല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. കാരണം അള്ളാഹുവിനിക്കാണ് എല്ലാം അറിയുന്നവൻ, എല്ലാ നിലക്കും കഴിവുള്ളവൻ അള്ളാഹുവാണ്. നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണ്. അതിലൂടെ പറഞ്ഞു വരുന്നത് തഖ്വയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദര രക്ഷ നൽകും. ഇമാം നബവി തങ്ങൾ തന്റെ അദ്കാറിൽ ഉദ്ധരിക്കുന്നുണ്ട്, അള്ളാന്റെ തിരുദൂതർ എന്തൊരു ഹലാക്ക് വന്നാലും സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചെല്ലാൻ പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. അലി അത് ചെല്ലാൻ അറിയുന്നതാണ്. അവർ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പ്രയാസങ്ങൾ വന്നാലും നമ്മൾ അത് ചൊല്ലണം. വിശുദ്ധിയുള്ള ആളുടെ നാവിൽ നിന്ന് അത് വരും, തഖ്വയുള്ള ആളുടെ നാവിൽ നിന്ന് അത് വരും. ഓരോ ക്ലാസ്സിലും പങ്കെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ പോയിന്റുകൾ നമ്മൾ പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് കാരണം നമ്മൾ വിജയിക്കും. ഇനി നോക്കൂ, ഇവിടെ ഈ തഖ്വ എന്ന് പറയുമ്പോൾ, ദോഷബാധയെ പേടിക്കുക എന്ന് പറയുമ്പോൾ, ഒരാളെ പറ്റി നമ്മൾ അവനൊരു ഭക്തനാണ്, അവനൊരു മുത്തഖിയാണ് എന്ന് സാധാരണ പറയലില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നാണ്. നല്ല തഖ്വയാണ് നമുക്ക് വേണ്ടത്. നല്ല തഖ്വ വേണം. അതിന് നമ്മൾ പ്രവാചകന്മാരെ മാതൃകയാക്കണം. അവർക്ക് എന്തൊരു വിശുദ്ധിയായിരുന്നു, ജീവിതത്തിൽ എന്തോ ഒരു വിശുദ്ധി. എല്ലാ മേഖലകളിലും അവർ അതീവ ശ്രദ്ധയോടുകൂടെയാണ് ജീവിച്ചത്. നമ്മുടെ പ്രവാചകരെ കണ്ട സ്വഹാബത്ത് എന്തൊരു വിശുദ്ധിയുള്ള ആളുകളായിരുന്നു. അതിൽ ഒന്നാമൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അല്ലാഹു തആല റഹ്മാൻ സൂറത്തിൽ പറഞ്ഞത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിനെ ഭയപ്പെടുന്നവരാരോ അങ്ങനെയുള്ള ആളുകൾക്ക് 2 സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തഖ്വ കാരണം അല്ലാഹു ഇറക്കിയതാണ്. അത് തന്റെ ഭൃത്യൻ പാല് കൊടുത്തു. ആർക്ക്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ല ദാഹമുള്ള സമയത്ത് അത് കുടിച്ചു. കുടിച്ചതിന്റെ ശേഷമാണ് എന്ത് മനസ്സിലായത്? അത് ശുബ്ഹത്തിന്റെ മുതലാണ്. അതായത് ഹറാമും ഹലാലും കലർന്നതായിരുന്നു. ഫുൾ ഹറാമല്ല, ഫുൾ ഹലാലുമല്ല, രണ്ടും കലർന്നതാണ്. അത് കുടിക്കാൻ പാടില്ലായിരുന്നു, ഒഴിവാക്കലായിരുന്നു സൂക്ഷ്മത. പക്ഷെ അറിയാതെ കുടിച്ചതാ. എന്നാ പിന്നെ അറിയാതെ കുടിച്ചതാണെന്ന് പടച്ചവനോട് നാളെ പരലോകത്ത് പറഞ്ഞാൽ അത് ഒരു ഉദറാവില്ല. എന്താ കാരണം? കുടിക്കുമ്പോ അന്വേഷിക്കണ്ടേ അത് ചോദിച്ചാലോ? അതുകൊണ്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ സങ്കടമായി. വിശുദ്ധിയുടെ നിറകുടമായ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരല്പം അപ്പുറത്തേക്ക് മാറിയിട്ട് തന്റെ ഒരു വിരല് വായിലേക്ക് ഇട്ടിട്ടാണ് ഛർദ്ദിച്ചത്. ഛർദ്ദിച്ചു കളഞ്ഞു. വല്ലാത്തൊരു വിശുദ്ധിയാണത്. അങ്ങനെ ഒരു ഹറാമ് തന്റെ വയറ്റിന്റെ അകത്ത് വേണ്ടാന്നാണ്. ആ സമയത്താണ് അല്ലാഹു ആയത്തിറക്കിയത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ.
റഹ്മാൻ, റബ്ബിന്റെ സന്നിധിയെ ഭയപ്പെടുന്ന ആളുകൾക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഇത് താങ്കൾ കാരണം അവതരിച്ച ആയത്താണെന്ന് പറഞ്ഞപ്പോ കരഞ്ഞുപോയി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വലിയ ഭാഗ്യവാനാണ്. അദ്ദേഹത്തിന്റെ വിശുദ്ധി കാരണം അല്ലാഹു തആല തൽസമയം ആയത്തിറക്കി. ആ ഒരു വിശുദ്ധി നോക്കൂ. വല്ലാത്തൊരു വിശുദ്ധിയായിരുന്നു അദ്ദേഹത്തിന്. എല്ലാ മേഖലകളിലും അദ്ദേഹം വല്ലാത്ത വിശുദ്ധി കാണിച്ചു. പിന്നെ നിങ്ങൾ പരലോകത്ത് അന്നേ ദിവസം അനുഗ്രഹങ്ങളെ പറ്റി ചോദിക്കപ്പെടുമെന്ന ആയത്തിറങ്ങിയപ്പോ അതിന്റെ ശേഷം മധുരം ഒഴിവാക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്ത് അനുഗ്രഹം നമുക്ക് കിട്ടിയാലും ആ അനുഗ്രഹത്തെ പറ്റി അള്ളാഹു ചോദിക്കും. എന്തനുഗ്രഹത്തെ പറ്റി? എല്ലാ അനുഗ്രഹത്തെ പറ്റി. അൽഹംദുലില്ലാഹ് ഇന്ന് ചായയോട് കൂടെ ഒരു കടിയും കൂടി നമ്മൾ കഴിച്ചു. ഒരു അനുഗ്രഹമാണ്. ഏറ്റവും ചുരുങ്ങിയത് അത് കുടിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? ആ ചോദ്യത്തിന് അൽഹംദുലില്ലാഹ്, ശുക്രാണ്, അല്ലാഹുക്ക് നന്ദി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത് സാധാ വെള്ളം കുടിക്കുന്നതും മധുരമുള്ളത് കുടിക്കുന്നതും വ്യത്യാസമുണ്ട്. മധുരമുള്ളത് കുടിക്കുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട്, അതുകൊണ്ട് കൂടുതൽ ചോദ്യം വരും. പാവപ്പെട്ട ഞാൻ എങ്ങനെ അതിന് മറുപടി പറയുന്നതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അത്രമാത്രം വിശുദ്ധി നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. അത്രമാത്രം വലിയ വിശുദ്ധിയുടെ ഉടമയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒരു ഹറാമിൽ സംഭവിക്കുമോ എന്ന് പേടിച്ച് അനുവദനീയമായ 70 കാര്യങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നു അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കൂ, ഒരു ഹറാമ് സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ട് ഹലാലെന്നെ എന്ത് ചെയ്യും? അതിനോട് ബന്ധപ്പെട്ടത് 70 കാര്യങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നു. അതുപോലെയായിരുന്നു സഹോദര ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. എന്തൊരു വിശുദ്ധിയായിരുന്നു. ഇന്നത്തെ ആധുനിക ഭരണാധികാരികളൊക്കെ പഠിക്കേണ്ടത് അവിടെ നിന്നാണ്. ഇപ്പൊ 80% ആളുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കറൻസിയാണ് പെട്ടെന്ന് ഒരു ഉത്തരവാദിത്ത ബോധം ഇല്ലാതെ എന്തേത് പെട്ടെന്നാണ് വിലക്കിയത്. ആളുകൾ വളരെ പ്രയാസപ്പെടുക. പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ ചോര നീരാക്കി ഒരുക്കു കൂട്ടി കുട്ടികളെ കെട്ടിക്കാനും വീടുണ്ടാക്കാനും അതുപോലെ തന്നെ ചികിത്സക്കും മറ്റുമൊക്കെ സ്വരൂപിച്ചു വെച്ച സംഖ്യ അതാണ് മാറ്റാൻ പ്രയാസപ്പെടുന്നത്. ഭരണാധികാരികൾക്ക് എന്താ വലിയ കുഴപ്പമുണ്ടോ? വലിയ പ്രയാസം ഇല്ലല്ലോ. എന്ത് വിശുദ്ധിയാണുള്ളത്? രാജ്യം ഭരിക്കുന്ന ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾ ധരിക്കുന്ന കോട്ടിനും അവരുടെ വസ്ത്രത്തിനൊക്കെ എത്ര വില? പറന്നു നടക്കുകയാണ് വിദേശ രാജ്യങ്ങളിലൂടെ പലരും. ഈ രാജ്യത്ത് പ്രജകൾ പ്രയാസപ്പെടുന്നത് ഇവർ കാണുന്നുണ്ടോ? എലിയെ പേടിച്ചിട്ട് ഇല്ലത്തിൽ തീ കൊടുത്തതാണ്. എലി ചാടിപ്പോയി. ഇല്ലം അതെന്താവും? വെണ്ണീറാവാൻ. കള്ളപ്പണക്കാരെ പേടിച്ചിട്ടാണ്. കള്ളപ്പണക്കാരെ പോലെ പണി നിർത്തും. കള്ള നോട്ടടിക്കുന്നവർ 2000-ന്റെ പുതിയത് ഇറങ്ങി എന്നാ പറയുന്നത്. അള്ളാഹു ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങളത് അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്നുള്ളതാണ്. ആരാടിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭരണാധികാരികളൊക്കെ പഠിക്കേണ്ടത് ഉമർ റളിയല്ലാഹുവിന്റെ വിശുദ്ധിയിൽ നിന്ന് പഠിക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ വിശുദ്ധിയിൽ നിന്ന് പഠിക്കണം. അതിന് പകരം വെക്കാൻ വേറെ എവിടെയുള്ളത് സഹോദര? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ചെലവിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഏതാനും നാണയങ്ങളിൽ നിന്ന് ചിലത് പാത്ത് വെച്ച് സ്വരൂപിച്ച് അവസാനം ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിന് കുറച്ച് മധുരം കൊണ്ടുവരണം, മധുരം തിന്നാൻ ആഗ്രഹമുണ്ട്, ജിലേബി മോഡൽ. സഹോദര, ഉമർ റളിയല്ലാഹു അൻഹു ആ നാണയങ്ങൾ വാങ്ങി തന്റെ കയ്യിൽ വെച്ചു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പത്നിയോട് പറഞ്ഞു, അത്രേ മോളെ, ഞാൻ ഭരണാധികാരിയാണ്, അമീറുൽ മുഅ്മിനീനാണ്. എന്റെ പ്രജകളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ പട്ടിണി കിടക്കുന്നവരുണ്ട്, ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ധാരാളം ആളുകൾ അങ്ങനെ പട്ടിണി കിടക്കുമ്പോ ഖലീഫയുടെ ഭാര്യ മധുരം തിന്നുക എന്ന് പറഞ്ഞാൽ നാളെ പടച്ചവന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് നീ ഒരുക്കു കൂട്ടിയ ഈ സംഖ്യ ഞാൻ ബൈത്തുൽ മാലിൽ അടക്കുകയാണെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. വിശുദ്ധിയുടെ ഉദാഹരണമായിട്ട് കാണാം. ومن يتق الله يجعل له مخرجا. ഒരാൾക്ക് തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു രക്ഷാമാർഗം നൽകും. ആധുനിക ഭരണാധികാരികളൊക്കെ സഹോദര പഠിക്കേണ്ട ഇതിൽ നിന്ന് ഞാൻ തമാശ പറയല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പഠിക്കണം. നമ്മൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. തന്റെ ഭാര്യ ഒരുക്കു കൂട്ടി വെച്ച ഏതാനും നാണയങ്ങൾ പോലും ബൈത്തുൽ മാലിലേക്ക് അടക്കാൻ പറഞ്ഞു.
അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ മോന. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ഭരണം ഏറ്റെടുത്തതിന്റെ ശേഷം ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ ചന്തയിൽ പോയി ഒരു മിന്നൽ പരിശോധന നടത്തുമ്പോൾ തന്റെ മകന്റെ ഒട്ടകങ്ങൾ തടിച്ചു കൊഴുത്ത് ഇത് കണ്ടപ്പോ ചോദിച്ചു, ഈ ഒട്ടകങ്ങൾ ആരുടേതാണ്? ആളുകൾ പറഞ്ഞു, അത് അങ്ങയുടെ മകന്റെ ഒട്ടകങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, ഈ ഒട്ടകങ്ങൾ ആരുടേതാണ്? പിതാവേ, ഇത് എന്റേതാണ്. ഇത് നിങ്ങൾ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ വാങ്ങിയ ഒട്ടകങ്ങളാ. അന്ന് ഈ ഒട്ടകങ്ങൾക്ക് മോനെ ഇത്ര തടിയുണ്ടായിരുന്നോ? ഇത്ര നല്ല ഒട്ടകങ്ങളായിരുന്നോ? ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖലീഫ ഉമറിന്റെ മകന്റെ ഒട്ടകങ്ങളാണിത് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇതിന് തീറ്റ കൊടുത്തിട്ടുണ്ടാവും. ഉമർ ശ്രദ്ധ നോക്കണം, ഇത് ഖലീഫ ഉമറിന്റെ മോന്റെ ഒട്ടകങ്ങളാ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒട്ടകങ്ങൾക്ക് കൂടുതൽ തീറ്റ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നീ വാങ്ങിയ ഒട്ടകങ്ങളല്ലേ, അന്ന് എത്രയാണ് ഇതിന്റെ വില, ആ വില കണക്കാക്കിയിട്ടുള്ള ഒട്ടകങ്ങൾ നീ എടുത്തോ, ബാക്കി ബൈത്തുൽ മാലിലേക്ക് കിടക്കണം. സയ്യിദ്നാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഇന്ന് ലോക രാജ്യങ്ങൾ ഭരിക്കുന്ന ഓരോ രാഷ്ട്രത്തിന്റെയും തലവന്മാരിലേക്ക് നോക്കി, സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിക്ക് 16 കോടിയാണ് ഒരു വർഷത്തെ ശമ്പളം. 16 കോടി, 12 മാസത്തെ ശമ്പളമാണ് 14 കോടി. തമിഴ്നാട് മുഖ്യ ജയലളിതയ്ക്ക് ഒരു മാസത്തെ ശമ്പളം 1 രൂപയാണ്. അത് വേറെ വരുമാനം ഉണ്ടായതുകൊണ്ടാണ്. ഒരു കൊല്ലത്തിന് ആകെ ശമ്പളം ഭരിക്കുന്നതിന്റെ ആ വകുപ്പിൽ 12 രൂപ. ഒരു തരം മാനാളെന്ന് പറയാം. അത് നമുക്ക് തിരിയാൻ അങ്ങനെ എന്താണ്. എന്നാൽ അതേ സമയത്ത് ഒരു വർഷം 75,000 രൂപ ശമ്പളം വാങ്ങുന്ന ഭരണാധികാരിയുണ്ട്. 75,000. അതിന്റെ 90% പാവങ്ങൾക്ക് വിതരണം ചെയ്ത് തന്റെ ഭാര്യയുടെ സ്വത്തിൽ ചെറിയൊരു വീടുണ്ടാക്കിയിട്ട് സാധാരണക്കാരൻ ആ രാജ്യത്ത് ഉപയോഗിക്കുന്ന സാധാരണക്കാരന്റെ ഒരു ചെറിയ കാറ് മാത്രം ഉപയോഗിക്കുന്ന ഭരണാധികാരിയുണ്ട്. ഒരു മാസം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് പ്രസിഡന്റിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 75,000 രൂപയിൽ നിന്ന് 90% പാവങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കി മാത്രം ലളിത ജീവിതം നയിക്കുന്ന ഭരണാധികാരി ലോകത്തുണ്ട്. ചിന്തിക്കേണ്ടതാണ്. ഇന്നലെ പത്രം വായിച്ചു ഭയങ്കര സങ്കടം തോന്നി. നമ്മുടെ പ്രധാനമന്ത്രിയുടെ മാതാവ്, ഇത്ര പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ആ മാതാവ് പണം മാറ്റാൻ വേണ്ടി ആ വരിയിൽ നിൽക്കുന്ന അവസ്ഥ അല്ലേ, പാവം തോന്നി. അത് പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മളൊക്കെ മാതാപിതാക്കൾ വളരെ ഇടങ്ങാറാവുമ്പോൾ നമ്മൾ അവരെന്ത് ചെയ്യൂല, ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിൽക്കാൻ പറഞ്ഞേക്കൂല. ഒരു തലക്ക ജീവനുണ്ടെങ്കിൽ ഒരു 1.30 ശമ്പളം വാങ്ങുന്ന ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. 1,30,000 അമ്മക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതായിരുന്നു. അതും എന്തിനാണ് വരി നിർത്തിയത് നമുക്കറിയാം. ഞാൻ പറയുന്നത് സഹോദര ഭരണാധികാരികൾ, ആധുനിക ഭരണാധികാരികളൊക്കെ പഠിക്കേണ്ടത് ഇസ്ലാമിക ഭരണാധികാരികളുടെ ആ നീതിയിൽ നിന്നാണ്. പക്ഷപാതം പറയല്ല. നല്ല ഭരണാധികാരികൾ ഉണ്ടാകും ലോകത്ത്, പലരും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എണ്ണി പറഞ്ഞ 75,000-ൽ നിന്ന് 90% ധർമ്മം ചെയ്യുന്ന മുസ്ലിമല്ല. നല്ല ആളുകളുണ്ട്, അങ്ങനെ എത്രയോ ആളുകളുണ്ട്. ഭരണം ദുരുപയോഗം ചെയ്യാത്തവർ, എന്നാൽ സ്വന്തം ജനതയുടെ കാര്യം മറന്നവരാണ്. ഇപ്പൊ തന്നെ ചിലരെന്താ പറയുന്നത്, നോട്ട് നിരോധിച്ചത് കൊണ്ട് മുതലാളിമാർക്ക് ഉറക്കില്ല, അവര് ഉറക്കുകുളിയോ കുടിച്ച് കിടക്കുകയാണ്, പാവങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണെന്നാണ്. അങ്ങനെയാണോ? നമ്മുടെ രാജ്യത്ത് സമ്പന്നരുണ്ടെങ്കിലല്ലേ സാധുക്കൾക്ക് ജയിക്കാൻ കഴിയുള്ളൂ. ഒരു സൂപ്പർ മാർക്കറ്റ് ഒരാൾക്ക് തുടങ്ങാൻ കഴിഞ്ഞാൽ 25 ജോലിക്കാർ അതിലുണ്ടെങ്കിൽ 25 കുടുംബം അതിന്റെ പിന്നിൽ പോകും. ഒരാളൊരു വീട് വെക്കുകയാണെങ്കിൽ അയാൾ വീട് വെക്കുമ്പോഴാണ് ആ വീട് വെക്കാൻ ഒരുപാട് തൊഴിലാളികളുടെ ജീവിതം കഴിയുന്നത്. എല്ലാവരും മുതലാളിമാരാവില്ല, എല്ലാവരും തൊഴിലാളികളും ആവും. എല്ലാവരും വേണം, അപ്പോൾ രാജ്യം നിലനിൽക്കും. ഒക്കെ നല്ല പ്രതിഭകൾ, എല്ലാവരും വലിയ ബിസിനസ്സുകാര്, ഒക്കെ VIP-കൾ. അപ്പൊ ആരാ വീട് പണിയെടുക്കുക, ആരാ പെയിന്റ് അടിക്കുക, ആരാ പ്ലംബിങ്ങിന്റെ പണിയെടുക്കുക, ആരാ ഫൗണ്ടേഷൻ, ആരാ ചെയ്ത. അതുകൊണ്ടാണ് പഠിച്ചത് എല്ലാവരും വ്യത്യസ്തമായ രൂപത്തിൽ പഠിച്ചത്. എല്ലാവർക്കും ജീവിക്കണം. ഭരണാധികാരികൾക്കാണ് വലിയ വിശുദ്ധി വേണ്ടത്. നോക്കൂ, ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ തഖ്വക്ക് ഞാൻ ഉദാഹരണം വന്നതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നീതി കൊണ്ട് ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച ആളാണ്. ഇതൊക്കെ ഞാൻ പറയുന്ന തഖ്വ കൊണ്ടാണ് വിജയം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞെന്താണ്, ഒരു കടുകുമണിയുടെ തൂക്കം ഒരാൾക്ക് വിശുദ്ധി ഉണ്ടെങ്കിൽ അതാണ്
1000 മിസ്കാൽ നിസ്കാരത്തെക്കാളും 1000 മിസ്കാൽ നോമ്പിനെക്കാളും ഉത്തമമായത് എന്ന് താബിഈകളിൽ പ്രധാനിയായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. മനസ്സിലായ ആ പോയിന്റ് നോക്കി. 1000 മിസ്കാൽ നിസ്കാരം, 1000 മിസ്കാൽ നോമ്പ്, അതിനേക്കാൾ നല്ലത് ഒരു കടുകുമണിയോളം വിശുദ്ധിയാകുന്നു. വിശുദ്ധിയില്ലാതെ കുറെ നിസ്കാരം, കുറെ നോമ്പ്, കുറെ കാര്യമില്ല. വറആണ് വേണ്ടത്, തഖ്വയാണ് വേണ്ടത്, ഇഖ്ലാസാണ് വേണ്ടത്. സഹോദര, അതുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കും. അതാണ് വേണ്ടത്. അതുണ്ടെങ്കിൽ അല്ലാഹു തആല വലിയ വിജയം നൽകുമെന്ന് അതിനൊരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണം ഏറ്റെടുത്ത ഉടനെ ഗവർണർമാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു അത്രേ, ഇനി മേലില്ലാരും നിങ്ങളാരും തുർക്കി കുതിര ഉപയോഗിക്കാൻ പാടില്ല, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി മുഖ്യമന്ത്രി കലക്ടർമാരെ വിളിച്ച് ഉപദേശം കൊടുക്കുന്നത് പോലെയാണ്. ഓരോ ഏരിയയിലേക്കും പ്രവിശ്യകളിലേക്കും നിയോഗിക്കപ്പെട്ട ഗവർണർമാരെ വിളിച്ചിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ നിർദ്ദേശം കൊടുക്കുന്നത് തുർക്കിയുടെ കുതിര എന്ന് പറഞ്ഞാൽ മുന്തിയ കുതിരയാണ്, നിങ്ങൾ ആരും ആ കുതിര ഉപയോഗിക്കരുത്. കാരണം എന്താ? ഭരണാധികാരികൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ അത്ര മുന്തിയ വാഹനം ഉപയോഗിച്ചാൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ വരും. അത് സ്വന്തം കുതിരയാണെങ്കിൽ പോലും അത് പൊതു ഖജനാവിൽ നിന്നെടുത്ത് ദുരുപയോഗം ചെയ്യാണെന്ന് തെറ്റിദ്ധാരണ വരും. അത് അവർ പ്രചരിപ്പിക്കും, അത് രാജ്യത്ത് കുഴപ്പമുണ്ടാകാൻ കാരണവും. അതുകൊണ്ട് വേണ്ട, സൂക്ഷ്മത നോക്കൂ നിങ്ങൾ. ഇന്നാണെങ്കിൽ എന്താണ്? ഇന്ന് അവർക്കൊക്കെ നല്ലൊരു കാറ്, മണിയൊരു ലൈറ്റൊക്കെ കൊടുത്തിട്ട് മുകളിൽ ഇനി മുന്നിലൊരു പോലീസ് ജീപ്പ്, കൂടുതലേ ഓൻ പെട്ടെന്ന് ഉയർന്നു എന്നാ പറയാം. ഭരണം കിട്ടുമ്പോൾ മുതലാക്കുക ചെയ്യാം. മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ പോയ ആള് പിന്നെ കാറിലെ പോവാം. അതാണ്. പിന്നെ മോട്ടോർ സൈക്കിളിൽ തന്നെ ഇരിക്കാൻ മടിയായതുകൊണ്ടാണ് കിട്ടിയ അധികാരം വിട്ടുകൊടുക്കാൻ പലർക്കും മടി. അല്ലേ? ഞാൻ നിയമസഭയ്ക്ക് തല്ലാനൊന്നല്ല പോകേണ്ടിരുന്നില്ലേ? പൊതുവെ അങ്ങനെ പറയും. ഞാൻ പറയുന്നത്, സഹോദര, ഇവിടെ ഉമർ റളിയല്ലാഹുവിന്റെ നിലപാട് നോക്കൂ. മുന്തിയ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കരുതേ എന്ന് പറഞ്ഞു. ആരോട്? ഗവർണർമാരോട് പറയാണ്, നിങ്ങൾ ഏറ്റവും നല്ല മുന്തിയ വസ്ത്രം ധരിക്കരുത്. നമുക്ക് ഭരണാധികാരികൾ എത്ര ലക്ഷങ്ങളുടെ വസ്ത്രം ധരിക്കുന്നത്? അതൊക്കെ വിവാദമായതാണ് പലപ്പോഴും. അതൊന്നും ചില ആൾക്കാർ കാണാറില്ല. ധൂർത്ത് വല്ലാതെ കൂടിയത് കൊണ്ടാണ് കേരളത്തില് ഈ നോട്ട് പിൻവലിച്ചപ്പോ പ്രയാസപ്പെടുന്നതെന്നാണ് ഒരാൾ പറഞ്ഞത്. ധൂർത്ത് കൂടിയതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഇത് പറയുന്ന ആളുടെ പാർട്ടിയിൽപ്പെട്ട ആള് 500 കോടിയുടെ കല്യാണം നടത്തുന്നത്. ഒരാളെ കല്യാണത്തിന് ക്ഷണിക്കാൻ 18,000 ചെലവ്. CD ഇട്ട് കൊടുക്കല്ലേ? പുതിയ താരി കെട്ടുന്ന അടങ്ങിയത്. വീട്ടുകാർ ചിലപ്പോൾ പറയും, കല്യാണത്തിന് നിങ്ങൾ വരില്ല, ഈ 18,000 കാശായി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയേണ്ട ഒരവസ്ഥ. 500 കോടിയാണ് ഒരു കല്യാണത്തിൽ ചെലവഴിക്കുന്നത്. 500 കോടി. അതിപ്പോ പൊടി പൊടിച്ചുകൊണ്ടിരിക്കും. ഇതിനൊന്നും നിയമമല്ല. ഏതെങ്കിലും സാധുക്കള് കഷ്ടപ്പെട്ട് ഒരു കൂട്ടി ഉണ്ടാക്കിയത്, അതിനഞ്ച് രേഖമാണ് മാറാൻ പറ്റാത്ത വിരോധാഭാസം എന്ന് തോന്നിപ്പോയി. സഹോദര, ഉമർ റളിയല്ലാഹുവിന്റെ നിലപാട് നോക്കൂ നിങ്ങൾ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. വിശുദ്ധി. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു താബിഈകളിൽ പ്രധാനിയാണ്. അദ്ദേഹം ഒരിക്കൽ ഖുറാസാനിൽ നിന്ന് അദ്ദേഹം ഷാമിലേക്ക് ഒരു കാര്യത്തിന് പോയി. ഷാമിൽ നിന്ന് അദ്ദേഹം തന്റെ സുഹൃത്തിൽ നിന്ന് എഴുതാൻ വേണ്ടി ഒരു പേന വായ്പ വാങ്ങി. ആ പേന തിരിച്ചു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? തിരിച്ചു കൊടുക്കാനും മറന്നിട്ട് അദ്ദേഹം ഖുറാസാനിലേക്ക് തന്നെ പോന്നു. ഖുറാസാനിൽ എത്തിയതിന്റെ ശേഷമാണ് പടച്ചോനെ ഈ പേന കൊടുത്തിട്ടില്ലല്ലോ എന്ന് അറിഞ്ഞത്. ഇവിടെ നിന്ന് ഷാമിലേക്ക് വീട്ടുപോയി ഒരു പേന കൊടുക്കാൻ വേണ്ടി. ഞാനിപ്പോ നിങ്ങളെടുത്തുന്നൊരു പേന വാങ്ങി ഒരു കാര്യത്തിന് എഴുതാൻ. അങ്ങനെ എഴുതി കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? അത് മറന്നിട്ട് എൻ്റെ ആണെന്നുള്ള നിലക്ക് പോക്കറ്റിലിട്ടു. തന്നാള് കുടുങ്ങി. ഇപ്പൊ ചോദിക്കാനും വയ്യല്ലോ. പോട്ടേനയാള് പോയി. വീട്ടിലെത്തിയതിന്റെ ശേഷം എനിക്ക് ഓർമ്മ വന്ന്, പടച്ചോനെ കൂട്ടിലങ്ങാടിയുള്ള ആളാണ്. ഏതെല്ലാം ആ നമ്പർക്കൊന്ന് വിളിച്ചു. ഏറിയപ്പോ അതാ നമ്മള് ചെയ്യാം. നമുക്ക് പേന മടക്കി തരാം. അത് പ്രശ്നം സാറേ. അപ്പൊ മൂപ്പർക്കൊരു സമാധാനമായി. മൂപ്പര് പറഞ്ഞല്ലോ, അങ്ങവിടെ വെച്ചോളി എഴുതിക്കോളി, ഒരു പേനല്ല. നേരെ മറിച്ച് ഞാൻ വടക്കുമുറിന്ന് ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരാണ്. ഓട്ടോ ഡ്രൈവർ ചോദിക്കാണ്, എന്തിപ്പോ പെട്ടെന്ന് കൂട്ടിലങ്ങാടി ഇപ്പൊ വന്നിട്ടുള്ളല്ലോ. ഞാനൊരു പേന വായ്പ ഇപ്പൊ കൊടുക്കാൻ പോവാണ്. ഓട്ടോ ഡ്രൈവർ ബേജാറാവും, ഇയാൾക്ക് എന്തേ റബ്ബേ പറ്റിയെന്ന്.
ഇല്ലേ? സഹോദര, എനിക്ക് സുഖമില്ല എന്ന് കണക്കാക്കും. ചിലപ്പോ ഞാൻ അറിയാതെ എന്റെ അനിയന്മാർക്ക് വിളിക്കും. ചിലപ്പോ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഒരു പേനക്കും വേണ്ടി പോകാറുണ്ട്. ഇന്നത്തെ കാലം അതാണ്. എങ്കിലും നോക്കൂ, അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഷാമിലേക്ക് പോയത് വായ്പ വാങ്ങിയ കേവലം ചെറിയൊരു പെണ്ണ് ആ പേന തിരിച്ചു കൊടുക്കാനാണ്. ചെറിയ സംവിധാനം. ഇന്നത്തെ പോലെ നല്ല പേനൊന്നുമില്ല. ബഷീർ മുക്കി എഴുതാൻ മരം കൊണ്ട് മറ്റും ചെത്തിക്കുറപ്പിച്ചുണ്ടാക്കുന്നത്. സഹോദര, വിശുദ്ധിയുടെ ഉദാഹരണമാണ്. ഇങ്ങനെയുള്ള വിശുദ്ധിയാണ് വേണ്ടത്. ആരെങ്കിലൊക്കെ കളിയാക്കും നമ്മൾ വിശുദ്ധി കാണിച്ചാൽ. എന്നാലും നമ്മൾ പരമാവധി ശ്രദ്ധിക്കാം. വിശുദ്ധിയുണ്ടോ, അള്ളാഹു രക്ഷാമാർഗം നൽകും. വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു ആഹാരം നൽകും. എന്നിട്ടല്ല പറയുന്നത്, ഒരാൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയാൽ അവനിക്ക് അള്ളാഹു മതി. വിശുദ്ധിയുള്ളവർക്ക് അതിന് കഴിയുള്ളൂ. എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക. തവക്കുല് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗസാലി ഇമാമിനെ പോലെയുള്ള ആത്മജ്ഞാനികൾ അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. തവക്കുല് അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കാൻ. അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാതിരിക്കലോ സഹോദര, ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരാകൽ എന്നല്ല അതിന്റെ അർത്ഥം. ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം, എല്ലാം തവക്കുലാക്കണം. 3 നിലക്കാണ് ഗസാലി ഇമാം പറയുന്നത് തവക്കുല് വരുന്നത്. സാധാരണക്കാരുടെ തവക്കുൽ എങ്ങനെയാണ്? ഒരാള് ഒരു കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് പോലെ തന്നെയാണ് അവന് അള്ളാഹുവിന്റെ തവക്കുൽ. ആ രൂപത്തിലാവും. അതായത് ഒരാളിപ്പോ മറ്റൊരാളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അതിൽ തെറ്റുപറ്റാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. ഇത്ര ഒരു കാഴ്ചപ്പാടെ അള്ളാഹുവിലേക്ക് തവക്കുല. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവില്ല. ഇതാണ് ചെറിയ താഴ്ന്ന പടുന്ന. രണ്ടാമത്തതോ, മുല കുടിക്കുന്ന കുട്ടി ഒരു ഉമ്മയെ എത്രമാത്രം മുല കുടിക്കാൻ ആശ്രയിക്കുന്നുവോ ആ രൂപത്തിലായിരിക്കും. അത് കുറച്ചും കൂടി പവർ കൂടും. മുല കുടിക്കുന്ന ഒരു കുട്ടിയെ ആ കുട്ടി മുല കുടിക്കാൻ കരയുമ്പോ വാപ്പെടുത്തിട്ട് കാര്യമില്ല. ആരാ ഈ കുട്ടിക്ക് ബോധനം നൽകിയത്? കുട്ടി കരച്ചിൽ നിർത്തൂല. വാപ്പമാരോട് ചേർത്തു. കുട്ടിക്കറിയാ തന്തന്റെ അടുത്തുന്നത് കിട്ടൂല. അതേ സമയത്ത് കുട്ടിയെ ഉമ്മ എടുത്താലോ വേദമകാമാരിടത്തിലേക്ക് പോകുന്നു. ആ ചെറിയ കൊച്ചിനാരായി ബോധനം നൽകിയത്? അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്ത് മുഴുവനും സംരക്ഷിക്കുന്ന, പോറ്റി വളർത്തുന്ന അള്ളാഹുവിനിക്കാകുന്ന സർവസ്തോത്രങ്ങളും. അള്ളാഹു തആല അതിനൊരു ബോധനം നൽകാൻ. അപ്പൊ ഈ കുട്ടി മുല കുടിക്കാൻ ഉമ്മയെ ആശ്രയിക്കാം. നേരെ മറിച്ച് കുട്ടിക്ക് പുറത്തു പോകാനാണ്. അത് വാപ്പെടുത്താനും മതി. കാറ്റ് കൊള്ളാൻ, കളിപ്പിക്കാൻ, അത് വാപ്പെടുത്താനും കുട്ടിയെ നിർത്തി. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുല കുടിക്കാൻ ഈ കുട്ടിയെ ആശ്രയിക്കുന്നത് ഉമ്മാനെ മാത്രമാണ്. എന്നതുപോലെ തവക്കുലിന്റെ കുറച്ചുകൂടി അടുത്ത സ്റ്റേജാണ്, ഉയർന്ന സ്റ്റേജാണ് ഏത്? അള്ളാഹുവിലേക്കുള്ള തവക്കുൽ. എന്നതുപോലെ അള്ളാഹിനെ കാണുന്ന ആളുകളാണ്. ഒരു കുട്ടി മുല കുടിക്കാൻ ഉമ്മാനെ ആശ്രയിക്കുന്നത് പോലെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ അള്ളാഹുവിലേക്ക്. എന്നാൽ മൂന്നാമത്തതോ, ഇവിടെ ഇപ്പോ ചില കാര്യങ്ങളിൽ മാത്രമേ അള്ളാഹുവിലേക്ക് തവക്കുലാക്കുള്ളൂ. ഈ കുട്ടി മുല കുടിക്കാൻ മാത്രം എന്നതുപോലെ ചിലതിലൊന്നും തവക്കുലാക്കൂല. എന്നാൽ യഥാർത്ഥ മോമിന്റെ നിലപാട്, പ്രഗത്ഭനായ ഒരു ഡോക്ടർ, ആ ഡോക്ടറിൽ എല്ലാ നിലക്കും വിശ്വാസമുള്ള ഒരാള്, ആ ഡോക്ടർ എന്താണോ പറയുന്നത് അതിനെ ഇയാൾ ക്രോസ് ചെയ്യില്ല. ഡോക്ടർ എന്ത് പറഞ്ഞാലും ഇന്ന ഭക്ഷണം കഴിച്ചോളൂ, കഴിക്കും. കഴിക്കരുത്, കഴിക്കൂല. ഇന്ന മരുന്ന് കുടിച്ചോളൂ, കുടിക്കും. ഇന്നത് കുടിക്കരുത്, കുടിക്കൂല. ഗസാലി ഇമാം പറയുന്നത് എന്നതുപോലെ എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന അവസ്ഥ. ആ ഡോക്ടറെ ഇയാളെ എത്രമാത്രം ആശ്രയിക്കുന്നു സകല കാര്യങ്ങൾക്കും. എന്നതുപോലെ സകല കാര്യങ്ങൾക്കും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവര്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല തലാഖ് സൂറത്തിൽ മാത്രമല്ല, മാഇദ സൂറത്തിലും അതുപോലെ ഇബ്രാഹിം സൂറത്തിലും ആല ഇമ്രാൻ സൂറത്തിലും ഒക്കെ അല്ലാഹു തആല ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാഇദ സൂറത്തിലെ 23-ാമത്തെ വചനത്തിലും ഇബ്രാഹിം സൂറത്തിലെ 11-ലും ആല ഇമ്രാൻ 159-ലും അല്ലാഹു ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നു. വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാനുണ്ടെങ്കിൽ തവക്കുലാക്കട്ടെ എന്നാണ് അല്ലാഹു പറയുന്നത്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ അല്ലാഹുവിലേക്ക് എല്ലാം തവക്കുലാക്കട്ടെ. എല്ലാം അല്ലാഹുവിലേക്ക് വരമേൽപ്പിക്കണം. ആല ഇമ്രാൻ സൂറത്തിൽ അല്ലാഹു പറയുന്നത്, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു പറയുന്നു,
ഒരു കാര്യം നീ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് തവക്കുലാക്കൂ. അള്ളാഹു പറയുന്നത് തവക്കുലാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. തവക്കുലാക്കുന്ന ആളുകളോട് അള്ളാഹ്ക്ക് വലിയ താല്പര്യമാണ്. പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഒരു സ്വഹാബി തന്റെ ഒട്ടകത്തെ കെട്ടാതെ പള്ളിന്റെ പുറത്ത് നിർത്തിയിട്ട് തവക്കുലാക്കി. നബി പറഞ്ഞു, കെട്ട്, ഇങ്ങോട്ട് തവക്കുലാക്കുക. കുത്തനുള്ള സ്ഥലത്ത് കാറ് നിർത്തിയിട്ട് ഒക്കെ അള്ളാനെ ഏൽപ്പിച്ചോണ്ട് പോരരുത്. ആ ഹാൻഡ് ബ്രേക്ക് ഒന്ന് വലിച്ചിട്ട് പോരും. വണ്ടി ഉരുണ്ടിറങ്ങാൻ സാധ്യത. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. സ്വർണത്തിന്റെ ആഭരണം പുറത്തവിടെ വെച്ചു, അള്ളാഹുലേക്ക് തവക്കുലാക്കി എന്ന് പറഞ്ഞു. അല്ലല്ല, അത് അവിടെ അല്ല വെക്കേണ്ടത്, അത് അലമാരിയിൽ വെക്കണം. പോത്തിന് തഴുത്തിലാണല്ലോ, അത് അലമാരിയിൽ വെക്കലുമില്ല. ആ പോത്തിന് തഴുത്താണ്, സ്വർണത്തിന് അതിന് പറ്റിയ സ്ഥലം വേണം. ചെയ്യേണ്ടത് ചെയ്തിട്ട് നീ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കോ. ഒരിക്കൽ ശത്രുക്കൾ മുശ്രിക്കീങ്ങൾ നബിയോട് പറഞ്ഞു, ഇതാ നിങ്ങളൊക്കെ അവിടുന്ന് പുറത്താക്കും, ശക്തരായൊരു ടീമോടെ വരാൻ പോകുന്നു. അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾക്ക് മർദ്ദനങ്ങൾ വരും, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വമ്പിച്ച തോതിൽ യോദ്ധാക്കളെ അവർ സമ്മേളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നബി എന്താ പറഞ്ഞറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിന്റെ മുന്നിൽ പറഞ്ഞത് ഞങ്ങളും പറയും, ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വകീൽ, അല്ലെങ്കിൽ ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനവനാണ്. ഇത് ഖുർആനിൽ അല്ലാഹു നേരെ പറഞ്ഞു. അല്ലാഹു തആല പറയുന്നു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ശത്രുക്കൾ നബിയോടും സ്വഹാബത്തിനോടും പറയുകയാണ്, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വമ്പിച്ച തോതിൽ യോദ്ധാക്കൾ സമ്മേളിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് പേടിച്ചോളി നിങ്ങൾ. അപ്പൊ നബി എന്താ പറഞ്ഞത്? ഖുർആൻ പറയുന്നു, നബിയും സ്വഹാബത്തും ശത്രുക്കൾക്ക് മറുപടി കൊടുത്തത് വഖാലൂ ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വകീൽ. അപ്പോൾ അവർ അതിന് മറുപടി നൽകിയത്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണ്. ആൽ ഇംറാനിലെ 173-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു ഈ കാര്യം പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിന്റെ മുന്നിൽ പതറിയില്ല. ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞത്, ഇബ്രാഹിം, നമ്രൂദിന്റെ അഗ്നികുണ്ഡം ഞങ്ങൾ കെടുത്തിക്കളയട്ടെ, അങ്ങ് സമ്മതം തരണം. മഴ പെയ്യിച്ചിട്ടോ അല്ലെങ്കിൽ കാറ്റടിച്ചിട്ടോ ഞങ്ങളത് കെടുത്തിക്കളയട്ടെ. ആ സമയത്ത് ഇബ്രാഹിം നബി മറുപടി പറഞ്ഞെന്താ? വേണ്ട, ഇപ്പോൾ നിങ്ങളുടെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല, വേണ്ട, കെടുത്തണ്ടെന്ന് പറഞ്ഞു. മരത്തിന്റെ തെറ്റുവില്ലിലിരുത്തി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇബ്രാഹിം നബിയെ തൊടുത്തു വിടാൻ പോവാൻ ശരീരത്തിൽ ഒരു നൂല് പോലും ഇല്ലാതെ ഇരുത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് മലക്കിനോട് പറയുന്നത്, ആകാശമുട്ട ഉയർന്നു തീനാളങ്ങൾ. 2 മാസത്തോളം വിറക് ശേഖരിച്ചതിൽ എണ്ണയൊഴിച്ച് കത്തിച്ച അഗ്നികുണ്ഡമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഗ്നികുണ്ഡം. അത് നേരെ മുന്നിൽ കണ്ടിട്ടും പതറിയില്ല. ആ സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു, അത്രേ ഇബ്രാഹിം, അങ്ങേക്ക് അല്ലാഹുവോടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ? ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞത്, വേണ്ട, എന്റെ റബ്ബ് ഇതെല്ലാം കാണുന്നവനാണ്, ഞാനെല്ലാം അവനിലേക്ക് വരമേൽപ്പിക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അതിലേക്കാണ് തൊടുത്തു വിടുമ്പോ അദ്ദേഹത്തിന്റെ നാവെന്ന് വന്നത് ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വകീൽ വ നിഅ്മൽ മൗലാ വ നിഅ്മൻ നസീർ. പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് ചൊല്ലാനാണ് പ്രവാചകർ നമ്മളോട് പഠിപ്പിച്ചത്. ആ തവക്കുലിന്റെ ആഴം നോക്കും. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ഇവിടെ ഇപ്പോ തലാഖ് സൂറത്തിൽ പറയുന്ന എന്താ? ഒരാൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയാൽ അവനിക്ക് അള്ളാഹു മതി. അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയ അള്ളാഹ് മതിയെന്ന്. അത്ര കൃത്യമായിട്ടാണ് ആ പ്രയോഗം. അള്ളാഹു താല ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡത്തിലേക്കാണ് എറിഞ്ഞ സമയത്ത് അള്ളാഹു താല തീയിനോട് പറഞ്ഞെന്താ? യാനാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തവക്കുലിനെ സ്വീകരിച്ചു. ഓ തീയെ ഇബ്രാഹിം നബി തണുപ്പാകി രക്ഷയാക്കി, കുളിർച്ചോലയായിട്ട്. 18 കൊല്ലം രോഗിയായ സയ്യിദുന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ പത്നി പറഞ്ഞു, അത്രേ, നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ അള്ളാഹുവോട്?
രോഗം കൊണ്ടുവല്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ട് കുട്ടികൾ 13 മക്കൾ മരിച്ചുപോയി, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി, കടുത്ത പട്ടിണി വന്നു, ശരീരമാസകലം രോഗം കാരണം പ്രയാസപ്പെട്ടിട്ടും അയ്യൂബ് നബി പറഞ്ഞത്, ഞാൻ ഒരിക്കലും ദുആ ചെയ്യില്ല, എന്റെ റബ്ബ് എന്റെ രോഗം കാണുന്നവനാണ്, ഞാൻ ദുആ ചെയ്താൽ അത് തവക്കുലിന് എതിരാകും. ഞാനൊക്കെ അള്ളാഹുലേക്ക് പരമേൽപ്പിച്ചു. ഞാൻ അസ്വസ്ഥത കാണിച്ചാൽ എനിക്ക് തവക്കുലില്ല എന്ന് അള്ളാഹ് വിചാരിക്കൂല. അവസാനം അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുറിവ് നാവിലേക്ക് വന്നപ്പോ ദിക്റും മുടങ്ങുമെന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോ, തസ്ബീഹും മുടങ്ങുമെന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോ വരുന്നതാണ്, റബ്ബി ഇന്നി മസ്സനിയദ്ദുർ വ അൻത അർഹമുർ റാഹിമീൻ. നാഥാ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനാണല്ലോ. അല്ലാഹുവേ, എന്നെ വലിയൊരു വിഷമം ബാധിച്ചിരിക്കുന്നു. ഇത്രേ പറഞ്ഞു. അവരൊക്കെ തവക്കുൽ നോക്കി. ഈ നോക്കൂ, അപ്പൊ അത് തന്നെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ദിവസങ്ങളോളം പട്ടിണി കടന്നിട്ടും അസ്വസ്ഥത കാണിച്ചില്ല പ്രവാചകൻ. തവക്കുലാക്കി, എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കി. അതുകൊണ്ട് അള്ളാഹു തആല ആഹാരം കൊടുത്തു, ഉള്ള വകുപ്പ് കൊടുത്തു. റസൂൽ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കേണ്ടത് ക്രമപ്രകാരം തവക്കുലാക്കിയാൽ, അതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ച് തവക്കുലാക്കിയാൽ, പക്ഷികൾക്ക് അള്ളാഹു ആഹാരം നൽകുന്നത് പോലെ നിങ്ങൾക്കും അള്ളാഹു ആഹാരം നൽകും. അതെങ്ങനെ? റസൂൽ പറഞ്ഞത്, പ്രഭാത സമയത്ത് ഒന്നുമില്ലാതെ വയറൊട്ടി പോകുന്ന പക്ഷി വയറ് നിറച്ചിട്ട് പ്രദോഷത്തിൽ തിരിച്ചു വരുന്നു. ശരിയല്ലേ? ഒരു പ്ലാനും ഇല്ല, പോവാണ്. 8 വട്ടത്തിൽ 10,000 നാഴിക സഞ്ചരിക്കാൻ കഴിവുള്ള പക്ഷികളെ അല്ലാഹു നൽകി. ആരാ അന്നം കൊടുക്കുന്നത്? 100 പക്ഷികൾ പോകുന്നത് ഒരേപോലെ. ചില രാഷ്ട്രങ്ങളുടെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസങ്ങളൊക്കെ വരുമ്പോണ്ട് ആകാശത്ത് അല്ലെ അവർക്ക് ചില ചിത്രം വരക്കൽ, ചെറിയ ഫ്ലൈറ്റുകൾ മുഖേന. സഹോദര, എന്നതുപോലെ പക്ഷികൾ 8, 10, 20, 30, 50 ഒക്കെ പക്ഷികൾ പോകുന്നല്ലേ ഒരേപോലെ ഒരേ റൂട്ടിൽ ലൈനിട്ടതുപോലെ. ദേശാടന പക്ഷികൾ പോയ അതേ റൂട്ടിലൂടെ എത്രയോ കിലോമീറ്ററുകൾ തിരിച്ചു പോരുന്നു പിഴക്കാതെ. ആരാണ് സഹോദര അവർക്ക് അന്നം കൊടുക്കുന്നത്? തിരുദൂതർ പറയാൻ, ഇതേപോലെ നിങ്ങൾക്കും കിട്ടും ഭക്ഷണം, പക്ഷെ എന്ത് വേണം? വരമേൽപ്പിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ ബാലിഗു അംരി. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്, അല്ലാഹു അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവൻ പൂർത്തീകരിക്കും, അവൻ നടപ്പിൽ വരുത്തുന്നവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. സകല കാര്യങ്ങൾക്കും അല്ലാഹു ചില വ്യവസ്ഥകൾ കണക്കാക്കിയിട്ടുണ്ട്. അതുപോലെ സംഗതിയൊക്കെ നടക്കും. ഏത് കാര്യങ്ങളും അല്ലാഹു കരുതിയത് പറയും. രണ്ടായത്തെ ഇപ്പൊ നമ്മൾ ഇതുവരെ ഈ സമയം വരെ തത്വയും അതുപോലെ തന്നെ തവക്കുൽ ഒരു വിശാലമായ വിഷയമായതുകൊണ്ടാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. ഞാൻ ഓതി വെച്ച ആയത്തിന് അർത്ഥം വെക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നീളൂല, പെട്ടെന്ന് നമുക്ക് നിർത്താം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തലാഖിനെ സംബന്ധിച്ച് പറഞ്ഞു. ആർത്തവകാരിയായ പെണ്ണുങ്ങളെ അവരുടെ യുദ്ധസമയം 3 ശുദ്ധികാലമാണെന്ന് പറഞ്ഞു. ചില സ്ത്രീകൾക്ക് തീരെ ആർത്തവം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആർത്തവത്തിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും, നരച്ചു പോയിട്ടുണ്ടാവും, ടൈം കഴിഞ്ഞു. ആ സമയത്ത് തലാഖ് വരുന്നത്. അതിൽ ചെറുപ്പക്കാരി തന്നെയാണ്, തീരെ ആർത്തവം ഉണ്ടായിട്ടില്ല. ആർത്തവം ഇല്ലാതിരിക്കൽ ആരോഗ്യപരമായിട്ട് പ്രശ്നമാണ്. തീരെ ആർത്തവമില്ലാത്ത പെണ്ണാണ് റസൂലുള്ളാഹിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒരൊറ്റ നിസ്കാരം പോലും അതിന്റെ പേരിൽ ഒഴിവായിട്ടില്ല. അതുകൊണ്ടാണ് ഫാത്തിമത്തുൽ സഹ്റാ. സ്വർഗത്തിലേക്ക് പെണ്ണുങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട പെണ്ണാണത്. ഒറ്റ നിസ്കാരം ഒഴിവായില്ല. പ്രസവം നടന്നത് മുഴുവനും മഗ്രിബിന്റെ ശേഷമാണ്, മഗ്രിബ് നിസ്കരിച്ചതിന്റെ ശേഷം. ആർത്തവ രക്തം അല്പസമയം, അതുകൊണ്ട് കുളിച്ച് ഇശാവ് നിസ്കരിക്കാൻ തടസ്സമുണ്ടായില്ല. ഒരു നിസ്കാരം ഒഴിവായി. വല്ലാത്തൊരു അല്ലാഹു ആ പെണ്ണിന്റെ റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണമെന്ന് പറയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ സ്വർഗപ്രവേശനം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മുടെ മാതാക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ പെങ്ങന്മാരെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നാൽ നമ്മളെ പെണ്ണുങ്ങളൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ചിലപ്പോൾ ആർത്തവം ഉണ്ടാവില്ല, ചിലപ്പോൾ ആർത്തവം നരച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ തലാഖില്ലാൽ അവിടെ ഇദ്ദയുടെ കണക്കാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അല്ലാഹു പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആർത്തവത്തെ പറ്റി നിരാശപ്പെട്ടവർ, അതായത് ആർത്തവം ഇല്ല, അങ്ങനെയുള്ള ആളുകൾ, അവരെ പറ്റി അല്ലാഹു പറയുന്നു അവര് ആ വിഷയത്തിൽ അജ്ഞരാണ്.
എത്ര ഇത് കണക്കാക്കണ്ടെന്ന് അറിയില്ല. അവര് 3 മാസം ഇരിക്കട്ടെ. തീരെ ആർത്തവ ഇല്ലാത്ത പെണ്ണുങ്ങളും 3 മാസം ഇരിക്കട്ടെ. വഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ യളന ഹംലൗൻ. അതേസമയം ഗർഭിണികളായ പെണ്ണുങ്ങളാണ് ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങളെങ്കിൽ അവരുടെ ഇദ്ദയുടെ സമയം അവർ പ്രസവിക്കുന്നത് വരെയാകുന്നു. പ്രസവിക്കുന്നത് വരെ. അപ്പൊ ഒരാൾ തന്റെ ഭാര്യയെ തലാഖ് ചൊല്ലി സെക്കൻഡുകൾ കഴിഞ്ഞ ഉടനെ അവൾ പ്രസവിച്ചു, യുദ്ധ കഴിഞ്ഞു, അവളെ യുദ്ധ കഴിഞ്ഞു. വീണ്ടും അല്ലാഹു പറയുന്നത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. വീണ്ടും വരുന്നു. ഒരാൾക്ക് തഖ്വയുണ്ടോ അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. മഹാന്മാര് പറയുന്നു, ആദ്യം പറഞ്ഞ മഖ്റജും കാര്യങ്ങളെ വേഗം എളുപ്പമാക്കി കൊടുക്കലും അത് രണ്ടും ദുന്യാവുന്ന. നമുക്ക് വിശുദ്ധി ഉണ്ടായാൽ മതി, നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയായിക്കോളും. എല്ലാ കാര്യങ്ങളും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ഇപ്പൊ പ്രത്യേകിച്ചും ശരിയാവും. നമ്മൾ നല്ല വിശുദ്ധിയോടുകൂടെ ജീവിക്കാം, നല്ല തഖ്വ. തുടർന്ന് അല്ലാഹു പറയുന്നത് അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അൻസലഹു ഇലൈക്കും, അവൻ നിങ്ങളിലേക്ക് ഇറക്കി തന്ന. പടച്ചോൻ പറഞ്ഞ അങ്ങനെ തന്നെ സ്വീകരിക്കാം. തലാഖിന്റെ വിഷയം എഴുത്തിന്റെ വിഷയം. ഒരാൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യുകഫിർ അൻഹു സയ്യിആതി, അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കും. വയുളിം ലഹു അജ്റാ, അവനിക്ക് അല്ലാഹു തആല വലിയ വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യും. ആ 2 കാര്യങ്ങൾ പരലോകത്ത്. ഇപ്പൊ എത്ര കാര്യങ്ങളായി? തഖ്വണ്ടോ രക്ഷാമാർഗം ലഭിക്കും, വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ആഹാരം കിട്ടും. തഖ്വയുണ്ടോ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. 3 കാര്യങ്ങൾ പറയും. ഇത് 3 ദുന്യാവുന്ന. പിന്നെ പറയുന്നതോ ഒരാൾക്ക് തഖ്വയുണ്ടോ അവന്റെ കാര്യങ്ങൾ അവന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. തഖ്വയുണ്ടോ അവനിക്ക് വമ്പിച്ച പ്രതിഫലം നൽകും. ഇത് രണ്ടും പരലോകത്തുനിന്ന്. അപ്പോൾ ദുന്യാവും ആഖിറവുമായി, ദുന്യാവും ആഖിറവുമായി എല്ലാമായി വേണ്ട കാര്യം എന്താ? തഖ്വ. തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും, പക്ഷെ തഖ്വയുള്ള ആളുകൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി അള്ളാഹുവോട് പൊറുക്കലിനെ തേടും. അത് ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, മുത്തഖീങ്ങൾ ആളുകളുടെ അടയാളം പറയുന്നത് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് വ്യഭിചാരമടക്കമെങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഗാധമായ കുറ്റബോധത്തോടുകൂടെ ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടെ അതിൽ പരിപൂർണമായി വിട്ടുനിന്ന് തൗബ ചെയ്യുക എന്ന അല്ലാഹു തആല പൊറുക്കുന്ന. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആ ആയത്ത് അവതരിച്ച സന്ദർഭത്തിലാണ് ദുഃഖം കാരണം പ്രയാസം കാരണം അട്ടഹസിച്ചത്. ആളുകളുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല വിശുദ്ധിയുള്ള ആളുകൾക്ക് അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തേക്കും. നല്ല തഖ്വയോടുകൂടെ ജീവിക്കുക. അതോടുകൂടെ തന്നെ പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലം. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ ചെറിയ കാര്യം, ചിലപ്പോൾ ഈ വരിക്കുന്ന ആൾ കാണുന്ന ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു ഇതുണ്ടാവും, ആളുകളുണ്ടാവും, സ്ത്രീകളടക്കം. ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് കൂലിയാണ്. നമുക്ക് ഹെൽപ്പ് വേണ്ട ടൈമുണ്ട്, മനുഷ്യറിയില്ല. കുറച്ച് ഹെൽപ്പ് ചെയ്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും മർമ്മം അറിഞ്ഞെന്ത് ചെയ്യാൻ. ഇപ്പൊ നോക്കൂ, എത്ര ബന്ധങ്ങൾ ശിഥിരമായി ഈ നോട്ട് മാറിയപ്പോ. എന്താ കാരണം? ചില വാപ്പാരോട് മക്കൾ ചോദിക്കും, ഉപ്പ നിങ്ങളടുത്ത് എന്തെങ്കിലും ഉണ്ടോ? ചെറിയൊരു ബുദ്ധിമുട്ടിലാണിപ്പോ. ഒന്നുമില്ലാത്ത നേരമില്ലപ്പോ എന്ന് പറഞ്ഞ് മകനും മടക്കി വെച്ച അതേ വാപ്പയാണ് പിന്നെ, എടാ ഒരു 4 ലക്ഷം എന്തിനല്ല, എന്തൊക്കെ നമ്മൾ കാട്ടുക? മകന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. വല്ലാത്തൊരു വാപ്പയാണ്. നേരെ തിരിച്ചുണ്ടാവും. വല്യപ്പാരടുത്തും വല്യമാരടുത്തൊക്കെ ഒരു കൂട്ടിയുള്ള അവസ്ഥയിലാണ് എത്തിയത്. അങ്ങനെ പുറത്ത് പറയല്ലാതെ പോലല്ല. ഭർത്താക്കന്മാരെ പോക്കറ്റ് അടിച്ച് ഒരുപാട് പെണ്ണുങ്ങൾ കൊടുക്കും. ഇടക്കിടക്ക് 500 വലിച്ചതാണ്. ഇപ്പൊ വല്ല സോപ്പിടാണ്. ഒന്നും വിചാരിക്കരുതിട്ട് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ്. അതെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ചിലരൊക്കെ കടം ചോദിച്ചിട്ട് കൊടുത്തില്ല, ഒന്നുമില്ല. ഇന്നലെ വരികയാണെങ്കിൽ പറ്റിയെന്ന് പറഞ്ഞ ആള് പിന്നെ മുണ്ടിട്ട് പോകാണ് മാറ്റാൻ. അപ്പൊ മറ്റവൻ ഇത് കാണുമ്പോൾ വിചാരിക്കുന്ന എന്താണ്? അല്ലാത്ത മനുഷ്യൻ, ഞാൻ ഇന്നലെ ഫോണിട്ട് നടക്കട്ടോ എന്ന് പറയുന്ന ഒരവസ്ഥ.
സഹോദര, അവിടൊക്കെ വേണ്ടതാണ് വിശുദ്ധിയാണ്, തഖ്വയാണ് വേണ്ടത്. അള്ളാഹു രക്ഷാമാർഗം നൽകും. ആളുകളെ സഹായിക്കുമ്പോൾ നമുക്കതിന് വലിയ കൂലി നൽകുകയാണ്. അള്ളാഹു താല അതിന് നമുക്ക് വലിയ പ്രതിഫലമാണ് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 6 മുതലുള്ള ആയത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു താല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു താല ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. നമ്മുടെ ഒരു സഹോദരന് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഗൾഫിലേക്ക് പോകുന്ന ഒരു സഹോദരനുണ്ട്, സംഭാവന നൽകിയിട്ടുണ്ട്. ഒരു 300 രൂപ. അള്ളാഹു താല ഖബൂലാക്കുമാറാവട്ടെ. ആ സഹോദരന് വേഗം അവിടെ എത്തിയിട്ട് നല്ലൊരു ജോലിയിൽ, ഉദ്ദേശിക്കുന്ന ജോലിയിൽ റാഹത്തോടുകൂടെ പ്രവേശിക്കാൻ അള്ളാഹു താല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദ്വാരക്കാണ്. വളരെ ഈ വിഷയത്തിൽ താല്പര്യമുള്ള നമ്മുടെ ഒരു സഹോദരനാണ്. അങ്ങനെ ഉണ്ടല്ലോ, അതിനൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല നൽകും. പടച്ചോന്റെ ഖുർആനിനോട് നല്ല ബന്ധമുണ്ടെങ്കിൽ അതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മളെ സ്നേഹിക്കും. അവ നമുക്ക് വേണ്ട റബ്ബ് തരും. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മരിച്ചുപോയ വല്യമ്മയുടെ പേരിൽ ദ്വാരക്കാനാണ്, ഹലാലായ മുറാദുകളെ ഹാസിലാകാനും വേണ്ടിയിട്ടാണ് ചായക്ക് ചെലവ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. അവരുടെ ആ വല്യമ്മയുടെയും വല്യപ്പയുടെയും ഒക്കെ ഖബറിലേക്ക് അള്ളാഹു അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സഹോദരനെ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട്. സംഭാവന 200 രൂപ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖബൂലാക്കുമാറാവട്ടെ. ആ സഹോദരന് റാഹത്തോടു കൂടെ ജോലിയിൽ പ്രവേശിക്കാനും ആരോഗ്യത്തോടു കൂടെ ജോലി ചെയ്ത് വീണ്ടും നമ്മുടെ അരികിലേക്ക് കുടുംബത്തിലേക്ക് അണയാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആർക്കുന്നു. നമ്മുടെ മാസത്തിൽ നടക്കുന്ന സ്വലാത്തും മജ്‌ലിസുന്നൂറും ഇന്ന് മഗ്‌രിബിന്റെ ശേഷം നമ്മുടെ മദ്രസയിൽ വെച്ച് നടക്കുമെന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിജയിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് പരമാവധി ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത് നമ്മൾ പരമാവധി ആളുകളെ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ മക്കള്, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാര്, പറ്റാവുന്ന ആളുകളൊക്കെ നമ്മൾ ഇതിലേക്ക് എത്തിച്ച് പരമാവധി എല്ലാവരും നമ്മുടെ ഈ സാസിനോട് ഇങ്ങനെ അടുത്തിരിക്കാൻ, വിട്ട് ഇരിക്കാതെ, ഇരുന്നതിന്റെ ശേഷം എഴുന്നേൽപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ എല്ലാവരും തന്നെ നമ്മളതിനെ അടുത്തിങ്ങനെ ഇരുന്നാൽ കുറച്ചും കൂടി ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയും. പരമാവധി അടുത്തിരിക്കുന്നൊരവസ്ഥ അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയൊക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നാൽ നല്ല റാഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി സംഭാവന നൽകിയവർ, അതുപോലെ തന്നെ ചായക്ക് ചെലവ് ചെയ്തവർ, അവരുടെ ആ മരിച്ചുപോയവരുടെ പേരിലും നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യും. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ لا إله إلا الله 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 أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم 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 اللهم صل على
على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അള്ളാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിനു വേണ്ടി നിന്റെ ഭവനത്തിൽ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഇതിന് പരിപൂർണ പ്രതിഫലം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, പുറത്ത് ഇത് വീക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, വിദേശങ്ങളിലുണ്ട്, ക്ലാസ് റൂം വഴിയും മറ്റും ശ്രമിക്കുന്നവർ. അള്ളാഹുവേ, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഖുർആനുമായി ബന്ധപ്പെടുന്നതിന്റെ അത് പരിഗണിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഖുർആനുമായി ബന്ധപ്പെടുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ. അതിലെ പോരായ്മകൾ പരിഹരിക്കണേ റഹ്മാനെ. മാരക രോഗങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നൽകല്ല റഹ്മാനെ. ഉള്ള രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. ഗൾഫിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, ഇതൊക്കെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നവരും ഇതിനെ സഹായിക്കുന്നവരുമായ ഒട്ടേറെ ആളുകൾ, ആർക്കും രോഗങ്ങൾ നൽകല്ല റഹ്മാനെ. ബുദ്ധിമുട്ട് നൽകല്ല റഹ്മാനെ. അപകടത്തിൽപ്പെടുത്തല്ല റഹ്മാനെ. റാഹത്തോടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. സമ്പത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. നിയമങ്ങൾ മാറി വരുന്നത് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടേറെ സഹോദരങ്ങൾ, അള്ളാഹുവേ, അവർക്കൊക്കെ റാഹത്തുള്ള ജോലിയും മതിയായ ശമ്പളവും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, അവർക്കൊക്കെ സന്തോഷം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാർക്ക് ഖൈർ നൽകണേ റഹ്മാനെ.